ഈ അതിജീവന യാത്രയ്ക്ക് ആമുഖമായി സന്ദേശം നൽകുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത് പശ്ചിമഘട്ടത്തിലെ കർഷക സംരക്ഷണ സമിതിയുടെ നേതാവും MBIP റിസർവ് വനം പ്രതിരോധ സമിതി ചെയർമാനും ഭാരതീയ നാട്ടുചികിത്സാ സംഘ സെക്രട്ടറിയും മുട്ടത്തിന്റെ സ്വന്തം വൈദ്യനും കളരി ഗുരുക്കളുമായ സുജി പൊളിക്കലാണ്. സുജി മാഷിനെ ഏറ്റവും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദരണീയനായ റവറൻഡ് ഡോക്ടർ ജോർജ് വർഗീസ് ചാരക്കുളം അച്ഛാ, ശിവഗിരി ഇടവകയുടെയും മുട്ടത്തിന്റെയും എല്ലാ വിഷയങ്ങളിലും സജീവമായി ഇടപെടുന്ന ബഹുമാനപ്പെട്ട ജോൺ ബാലത്തോട്ടം അച്ഛ, കത്തോലിക്ക കോൺഗ്രസിന്റെ രൂപത പ്രസിഡന്റ് ഇമ്മാനുവൽ നീരി സാർ, സെക്രട്ടറി ശ്രീ ജോസഫ് വട്ടകുളം സാർ, ശ്രീ ഫ്രാൻസിസ് കരിമ്പാനി, ശ്രീ ടോബി കണ്ണേറ്റുമാലി, കത്തോലിക്ക കോൺഗ്രസിന്റെ രൂപത സെക്രട്ടറി ബഹുമാനനായ എഡ്വിൻ പാമ്പാറ, അതോടൊപ്പം ഈ യോഗത്തിൽ സംബന്ധിക്കുവാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രിയങ്കരായ നേതാക്കന്മാരെ, സുഹൃത്തുക്കളെ, എന്നെ ശ്രമിക്കുന്ന മുട്ടത്തിലെ എന്റെ സഹോദരി സഹോദരന്മാരെ, നാം ഇന്ന് വലിയ ഒരു പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ അതിജീവനത്തിനായുള്ള സന്ധിയില്ലാ സമരത്തിൽ ഏർപ്പെടേണ്ട ഒരു വലിയ ഗതികേടിലേക്ക് സംസ്ഥാനത്ത് ഉടനീളമുള്ള ജനങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്നത് എല്ലാവർക്കും ബോധ്യമുള്ള ഒരു വസ്തുതയാണ്. ഇത്തരുണത്തില് അതിജീവനത്തിന് വേണ്ടി പോരാട്ടം നടത്തേണ്ട സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടത് എങ്ങനെയെന്ന് സംസ്ഥാനത്തുടനീളം നടക്കുന്ന വിവിധങ്ങളായ പ്രവർത്തനങ്ങളെ സൂക്ഷിച്ചു വീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് 16 വർഷവും 20 വർഷവും മുൻപ് രജിസ്റ്റർ ചെയ്യപ്പെട്ട ആധാരങ്ങൾ വില കുറച്ചു കാണിച്ചു എന്ന വ്യാജ സന്ദേശം നൽകിക്കൊണ്ട് കർഷകരിൽ നിന്നും സാധാരണക്കാരിൽ നിന്നും ഖജനാവിലേക്ക് പണം കുന്നുകൂട്ടുന്നതിന് വേണ്ടി നടത്തുന്ന കപട പിരിവ് ഏറ്റവും അവസാനത്തെ ഉദാഹരണം മാത്രമാണ്. അതുപോലെ തന്നെയാണ് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് മൂന്നാറില് HML-ന്റെ 325 ഹെക്ടർ സ്ഥലം റിസർവ് വനമാക്കി മാറ്റുന്ന ഒരു പ്രഖ്യാപനം ഉണ്ടായത്. റവന്യൂ ഭൂമിയെ റിസർവ് വനമാക്കി പ്രഖ്യാപിച്ചുകൊണ്ട് പശ്ചിമഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യരെ ഒന്നടങ്കം രാഷ്ട്രീയ ബ്യൂറോക്രാറ്റിക്, പ്രത്യേകിച്ച് IAS, IPS, IPS ഓഫീസർമാരുടെ ഒത്താശയോടുകൂടി ചില രാഷ്ട്രീയ കുബുദ്ധികളും കോർപ്പറേറ്റ് മാഫിയയും ചേർന്ന് പശ്ചിമഘട്ടത്തിൽ കൃഷി ഇറക്കുന്ന, നാടിനെ തീറ്റിപ്പോറ്റുന്ന കർഷകരെ ഒന്നടങ്കം കുടിയിറക്കി ടൂറിസം കൃഷി നടത്തി സമ്പന്നരാകാമെന്ന വ്യാജേന സർക്കാരിനെ സ്വാധീനിച്ചുകൊണ്ട്, ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചുകൊണ്ട്, പശ്ചിമഘട്ടത്തിലെ മുഴുവൻ ആളുകളെയും കയ്യേറ്റക്കാരെ ചിത്രീകരിച്ചുകൊണ്ട് അവിടുന്ന് കുടിയിറക്കുവാനുള്ള കുടിലതന്ത്രം നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിന് ഇന്നത്തെ ഭരണകക്ഷിയും അന്നത്തെ ഭരണകക്ഷിയും ഒത്താശ ചെയ്തു കൊടുക്കുന്നു എന്നത് നാം എല്ലാം പത്രമാധ്യമങ്ങളിലൂടെ തിരിച്ചറിഞ്ഞ വാസ്തവമാണ്, സത്യസന്ധമായ കാര്യങ്ങളും. എന്തുകൊണ്ട് നമ്മുടെ ആളുകൾ ഇതിനെ കൃത്യമായി മനസ്സിലാക്കുവാനും പ്രതികരിക്കുവാനും തയ്യാറാകുന്നില്ല എന്നത് രണ്ടാമത്തെ വസ്തുതയാണ്. ഇത്തരം സാഹചര്യങ്ങളിലാണ് കത്തോലിക്ക കോൺഗ്രസ് ഈ അതിജീവന യാത്രയുമായി സംസ്ഥാനത്തുടനീളം മുന്നേറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എവിടെ തിരിഞ്ഞു നോക്കിയാലും സെസ്സും പിരിവും നികുതിയും, വഴിയിൽ വാഹനമായിട്ട് ഇറങ്ങിയാലോ ക്യാമറ പോരാഞ്ഞിട്ട് ഒളിച്ചു നിന്ന് ചാടി വീഴുന്ന സാഹചര്യം. ഭരണകക്ഷിക്ക് എന്ത് വേണമെങ്കിലും ആവാം, മറ്റാർക്കും പ്രതികരണം പാടില്ല എന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നാം മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഇത്തരത്തിൽ മുൻപോട്ട് പോയാൽ ഏതാനും മാസങ്ങൾ അല്ലെങ്കിൽ 1-2 വർഷത്തിനകം കേരളം ഈ രാജ്യത്തെ ഏറ്റവും ദരിദ്ര സംസ്ഥാനമായി മാറുമെന്നതിൽ ഒരു സംശയവും വേണ്ട. കാരണം ഇന്ന് നമ്മുടെ കടകളിലേക്കൊക്കെ നോക്കിയാൽ എന്റെ വ്യാപാരി സുഹൃത്തുക്കള് ഒക്കെ പറയാറുള്ള ഒരു കാര്യമുണ്ട്. കടകളിലൊന്നും കച്ചവടമില്ല, ആളുകൾ കയറി ഇറങ്ങുന്നില്ല, അവശ്യ സാധനങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള വ്യാപാരങ്ങളല്ലാതെ മറ്റൊരു കാര്യങ്ങളും നടക്കുന്നില്ല. സാധാരണ ഓണത്തിനോ ക്രിസ്മസിനോ ഒക്കെ ഇത്തരത്തിലുള്ള ഒരു ആഘോഷങ്ങളോ ഒരു അലങ്കാരങ്ങളോ അല്ല നമ്മുടെ നാട്ടിൽ നടക്കുക. മറിച്ച് ഒരു നേരത്തെ ആഹാരം സുഭിക്ഷമായി കഴിക്കുവാനുള്ള സാഹചര്യം ഈ നാട്ടിൽ ഇല്ലാതാക്കിയിരിക്കുന്നു ഇവിടുത്തെ കുൽസിത ഭരണശ്രമങ്ങൾ എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഈ അവസരത്തിലാണ് നാം ഇനിയും പ്രതികരിച്ചില്ല എങ്കിൽ, ഇനിയും ശക്തമായി രംഗത്തിറങ്ങിയില്ല എങ്കിൽ നമുക്ക് ഇവിടെ ജീവിതം അസാധ്യമാകും. നാം എല്ലാം ഇവിടുന്ന് വിദേശ രാജ്യങ്ങളിലേക്കോ അന്യ സംസ്ഥാനങ്ങളിലേക്കോ പലായനം ചെയ്യേണ്ട സാഹചര്യം സൃഷ്ടിക്കപ്പെടും എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഈ ഒരു അതിജീവന യാത്രയുടെ ആരംഭം കുറിച്ചിരിക്കുക. അതിജീവന യാത്രയ്ക്ക് നേതൃത്വം നൽകുന്ന പ്രിയങ്കരനായ അഡ്വക്കേറ്റ് ബിജു പറയുന്നതിലും തൊടുപുഴക്കാരന് നമ്മുടെ സുഹൃത്ത്, അദ്ദേഹവുമായി പലപ്പോഴും ഈ കാര്യങ്ങൾ സംസാരിച്ചപ്പോഴും ഞങ്ങൾ സംസാരിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ പ്രശ്നം എന്താണ്? നാം പ്രതികരിക്കേണ്ടതുപോലെ പ്രതികരിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് മുട്ടം നിവാസികളായ എന്റെ സഹോദരങ്ങളോട് എനിക്ക് 2 കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനുണ്ട്. ഒന്ന്, നാം അതിന്റെ രുചി നന്നായിട്ട് ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഏതാണ്ട് 1996 മുതൽ ഇവിടെ നമുക്കൊരു റിസർവോയർ ഉണ്ട്. ആ റിസർവോയറിന്റെ ചുറ്റുവട്ടവും കാച്ച്മെന്റ് ഏരിയ എന്ന ഓമന പേരില് സെഡിമെന്റേഷൻ, ഡ്രഡ്ജിംഗ് ആൻഡ് കപ്പാസിറ്റി ഇൻക്രീസിംഗിന് വേണ്ടി സ്ഥലം എടുത്തിട്ടുണ്ട്. ഈ കാര്യങ്ങൾ നമുക്കറിയാം. ഈ സെഡിമെന്റേഷൻ, ഡ്രഡ്ജിങ്ങിനും കപ്പാസിറ്റി ഇൻക്രീസിംഗിനും വേണ്ടി എടുത്തിട്ടിരിക്കുന്ന സ്ഥലം മിച്ചം വന്നു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അതിനൊരു കാരണമുണ്ട്. 45 മീറ്റർ ജലനിരപ്പ് നിലനിർത്തുവാൻ വേണ്ടി തുടങ്ങിയ ഈ പദ്ധതി 42 മീറ്ററിലേക്ക് ജലനിരപ്പ് താഴ്ത്തി ഒരു പുതിയ സംവിധാനം ഉണ്ടാക്കിയപ്പോൾ 3 മീറ്റർ ജലം താഴ്ന്നു നിൽക്കും. അപ്പോൾ അന്ന് അക്വയർ ചെയ്ത സ്ഥലത്ത് ഈ 3 മീറ്ററിന് ഒരു വ്യത്യാസം വരും. ഈ 3 മീറ്ററിന്റെ വ്യത്യാസം വരുന്ന സ്ഥലം എല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് തട്ടേക്കാട് പക്ഷിസങ്കേത കേന്ദ്രത്തിന്റെ സമീപത്ത് ഭൂതത്താൻകെട്ട് പദ്ധതിക്ക് വേണ്ടി ജലം നിർത്തിയപ്പോൾ നഷ്ടപ്പെട്ട വനഭൂമിക്ക് പകരമായി കോമ്പൻസേറ്ററി അഫോറസ്റ്റേഷൻ എന്ന ഓമന പേരിൽ വനമില്ലാത്ത ജനവാസ മേഖല അല്ല എന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥർ റവന്യൂ ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് കൊടുത്തതിന്റെ പേരിൽ 1996 സെക്ഷൻ 4 നിയമപ്രകാരം വനം വകുപ്പിന് കൈമാറാൻ തീരുമാനിക്കുകയും വനം വകുപ്പിനെ ഇതിന്റെ കസ്റ്റോഡിയനാക്കുകയും ചെയ്തു. ഇവിടുത്തെ ഇടതു വലത് മുന്നണികളുടെ അശ്രദ്ധയും അല്ലെങ്കിൽ ഇതിന് സൈഡ് പിടിച്ചുകൊണ്ട് ചെയ്ത കുൽസിത പ്രവർത്തനവുമാണ് നമ്മളുടെ ജനവാസ മേഖലയിൽ ഇങ്ങനെ ഒരു റിസർവ് വനം പ്രഖ്യാപിപ്പിക്കാൻ തക്ക രീതിയിൽ കാര്യങ്ങളെ കൊണ്ട് എത്തിച്ചത്. അപ്പോൾ കോമ്പൻസേറ്ററി അഫോറസ്റ്റേഷൻ എന്ന ഓമന പേരിൽ ഇവിടെ നമ്മുടെ സ്വൈര ജീവിതം നശിപ്പിക്കുവാൻ വേണ്ടി വനം കൊണ്ടുവരാനുള്ള പരിശ്രമമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ അതിജീവനത്തിന് നാം നേരിടുന്ന ഒന്നാമത്തെ വെല്ലുവിളി. എന്നെ ശ്രമിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ കാര്യം ഏതാണ്ട് കഴിഞ്ഞ 9 വർഷമായിട്ട് ഇത് നടപ്പാക്കാതിരിക്കാൻ വേണ്ടിയുള്ള വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ നടത്തി ഈ നാട്ടിലെ നമ്മുടെ ജില്ലയിലെ മുഴുവൻ രാഷ്ട്രീയ നേതാക്കന്മാരോടും ഇതിന്റെ ദോഷങ്ങളും ഇതിന്റെ അപകടങ്ങളും കൃത്യമായി പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ടും അവരെല്ലാവരും പറഞ്ഞൊരു മറുപടി, നിങ്ങളിത് എങ്ങനെയാ തീരുമാനിച്ചത്, നിങ്ങൾക്ക് ഇവിടെ എത്ര തടസ്സങ്ങൾ ഉണ്ടാവുമെന്ന്. അപ്പോ നമ്മളൊരു കാര്യം ചെയ്തു. വനം വകുപ്പിന്റെ അടുത്തു നിന്നും റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്തു നിന്നുമെല്ലാം നാം വിവരാവകാശ രേഖകൾ സഹിതം ഇതിന്റെ പ്രതിസന്ധിയെ സംബന്ധിച്ച ചോദ്യങ്ങൾ ചോദിച്ചു. നമുക്ക് വിവരാവകാശ രേഖകൾ തന്നു. അങ്ങനെ വിവരാവകാശ രേഖ നമുക്ക് ലഭ്യമായപ്പോൾ നാം തിരിച്ചറിഞ്ഞ ഒരു നഗ്ന സത്യമുണ്ട്. റിസർവ് ഫോറസ്റ്റിന് കൈമാറിക്കഴിഞ്ഞാൽ 8 വന നിയമങ്ങളാ നമ്മളുടെ മുമ്പിൽ ഡെമോക്രസിന്റെ വാള് പോലെ നിൽക്കുക. ഈ വന നിയമങ്ങളെല്ലാം
നമ്മുടെ മുഴുവൻ പ്രവർത്തനങ്ങളെയും തടസ്സപ്പെടുത്തുന്നതാണ്. അതിനൊരു ഉദാഹരണമാണ് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട്. 8 വന നിയമങ്ങൾ ഒരെണ്ണമാണ്. അപ്പോ ഇവിടുത്തെ DFOയോട് ഒരിക്കലൊരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ എങ്ങനെയായി ഫോറസ്റ്റ് കൺസർവ് ചെയ്യാൻ പോണേ? അത് അതിന്റെ നിയമം അനുസരിച്ച് കൺസർവ് ചെയ്യും. ആ നിയമം എന്താണ്? അപ്പോൾ ഫോറസ്റ്റിലേക്ക് അതിക്രമിച്ച് കടക്കാൻ പാടില്ല, ഫോറസ്റ്റിന്റെ അതിർത്തി ലംഘിക്കാൻ പാടില്ല, ഇങ്ങനെയുള്ള വിവിധങ്ങളായ കാര്യങ്ങളാണ് ഇതിനെ സംബന്ധിച്ച് വരിക. അപ്പോൾ അങ്ങനെ വരുമ്പോ അതിലേക്ക് അതിക്രമിച്ച ഒരാൾ കടന്നാൽ എന്താ സംഭവിക്കുക? ജാമ്യമില്ലാ വകുപ്പ് അനുസരിച്ച് അയാൾ അറസ്റ്റ് ചെയ്യപ്പെടും. ഈ മുട്ടത്ത് വസിക്കുന്ന നമ്മൾ ഓരോരുത്തരും ശങ്കരപ്പള്ളി വഴി മൂലമറ്റത്തിന് പോകുമ്പോൾ അബദ്ധവശാൽ പോലും ഒരു മരം ഒടിഞ്ഞു കിടന്നാൽ അതിന്റെ കമ്പെടുത്ത് സൈഡിലേക്ക് മാറ്റിയിട്ടാൽ പോലും വനം വകുപ്പ് ഉദ്യോഗസ്ഥന് ജാമ്യമില്ലാ വകുപ്പിൽ അറസ്റ്റ് ചെയ്യാം. അങ്ങനെ ജയിലിൽ പോകണമെന്നാണ് എന്റെ മുട്ടത്തെ സഹോദരങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ അത്തരത്തില് നമ്മളെ ഏതെല്ലാം തരത്തിൽ ദ്രോഹിക്കാമോ അത്തരത്തിലെല്ലാം ദ്രോഹിക്കാവുന്ന തരത്തിലാണ് ഈ 8 വന നിയമങ്ങൾ നിൽക്കുക. മറ്റൊന്നുണ്ട്, മണ്ണൊലിപ്പ് തടയാനുള്ള ഒരു നിയമം, അതും വന നിയമത്തിൽ വരുന്നതാണ്. അപ്പൊ ഞാൻ ഈ ബഹുമാന്യനായ DFOയോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് നടപ്പാക്കുക? ഞങ്ങൾ മണ്ണൊലിപ്പ് തടയാനുള്ള നടപടികൾ ചെയ്യും. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എങ്കില് നിങ്ങൾക്ക് ഈ ഫോറസ്റ്റിന് അവകാശപ്പെടുന്ന ലാൻഡില് ഭൂമിയില് നിങ്ങൾ ഇളക്കാതിരുന്നാൽ പോരെ, അപ്പൊ മണ്ണൊലിക്കില്ലല്ലോ, ഞങ്ങൾക്ക് പ്രതിസന്ധിയില്ലല്ലോ, പ്രശ്നമില്ലല്ലോ. അപ്പൊ അദ്ദേഹം ഒരു മറുപടി പറഞ്ഞു, അങ്ങനെയല്ല. അപ്പൊ ചോദിച്ചു, പിന്നെ എങ്ങനെ? അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു മറുപടിയാണ് രസകരം. അത് പരിസരത്തു നിന്നുള്ള ഭൂമിയിൽ നിന്നും മണ്ണൊലിപ്പ് തടയാൻ വേണ്ടിയിട്ട് ഈ നിയമം ഞങ്ങൾ ഉപയോഗിക്കും. അതിന്റെ അർത്ഥം ഈ മുട്ടം പ്രദേശത്തോ കാഞ്ഞാർ പ്രദേശത്തോ അറക്കുളം പ്രദേശത്തോ ഉള്ള ഒരു കൃഷിഭൂമിയിലും ഒരു കാര്യവും ഒരു മണ്ണ് പോലെ ഇളക്കാനോ കൃഷി ചെയ്യാനോ അനുവദിക്കില്ല എന്നതാണ് വനം വകുപ്പ് ഈ നിയമത്തിലൂടെ നടപ്പാക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട സംഗതി. അപ്പോ നമുക്ക് പിന്നെ കൃഷി ചെയ്യേണ്ട ആവശ്യമില്ല. മറ്റൊന്ന്, ഈ ക്യാറ്റൽ ട്രസ്പാസ് ആക്ട് ഉണ്ട്. കന്നുകാലി കടന്നുപോയ പ്രശ്നമാണ്. നമ്മളുടെ ഒരു കന്നുകാലി ഒരു വനത്തിൽ കയറിയാൽ അതിന്റെ ഉടമസ്ഥൻ അറസ്റ്റ് ചെയ്യപ്പെടും, ജാമ്യമില്ലാ വകുപ്പ്. അപ്പൊ ഇത്തരത്തില് രാജ്യത്തുടനീളം, പ്രത്യേകിച്ച് കേരളത്തിലുടനീളം പശ്ചിമഘട്ടത്തിൽ റവന്യൂ ഭൂമിയില് കയ്യേറിക്കൊണ്ട് വനം വകുപ്പ് അനധികൃതമായ കയ്യേറ്റം നടത്തിക്കൊണ്ട് അത് മുഴുവൻ സ്വന്തമാക്കിക്കൊണ്ട് വനഭൂമിയെ, റവന്യൂ ഭൂമിയെ വനഭൂമിയാക്കിക്കൊണ്ട് ഹൈറേഞ്ചിലുള്ള മലയോര പ്രദേശത്തുള്ള കുടിയേറ്റ കർഷകരെ എല്ലാം കയ്യേറ്റക്കാരെ ചിത്രീകരിച്ചുകൊണ്ട് ഇറക്കി വിടുവാനുള്ള സംരംഭമാണ് ആദ്യം ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് അനുസരിച്ച് വന്നത്. പിന്നെ കസ്തൂരി രംഗൻ വന്നു, പിന്നെ ഉമ്മൻ റിപ്പോർട്ട് വന്നു. ഈ റിപ്പോർട്ടെല്ലാം വന്നതിന് ശേഷം അവസാനം നടന്ന ഒരു നടപടിയുണ്ട്. ആ പ്രശ്നവുമായി ബന്ധപ്പെട്ട് നിയമസഭാ സമിതിയുടെ മുൻപിൽ ഒരു പഠന റിപ്പോർട്ട് അവതരിപ്പിക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചു. അപ്പോ അത് മൂന്നാർ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. മൂന്നാറിലുണ്ടായ സംഭവം, മൂന്നാറിൽ 13 വില്ലേജുകള് EFL വില്ലേജുകളായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു. ആ പ്രഖ്യാപിക്കപ്പെട്ട വില്ലേജുകള് പഞ്ചായത്തിലെ അംഗങ്ങളും പഞ്ചായത്തിലെ നേതൃത്വവും എല്ലാം കൂടി സംസ്ഥാന സർക്കാരിനെ സമീപിച്ച് പല നിവേദനങ്ങൾ കൊടുത്തതിന്റെ വെളിച്ചത്തിൽ അതിനെ സംബന്ധിച്ച് മറ്റൊരു പഠനം നടത്തുവാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. ഈ ഗവൺമെന്റ് തീരുമാനിച്ചു. ബഹുമാനനായ മുഖ്യമന്ത്രിയുടെ ചേംബറിൽ വെച്ച് ഇവിടുത്തെ പരിസ്ഥിതി വിദഗ്ധരെയും IAS-കാരെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും എല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് പവർ പോയിന്റ് പ്രസന്റേഷനോടുകൂടി ഒരു പഠനം നടന്നു. ആ പഠനത്തിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടു, ഇവര് പറയുന്നത്, വനംവകുപ്പ് പറയുന്നത് മുഴുവൻ കള്ളത്തരമാണ്. അതുകൊണ്ട് തന്നെ ഇതിന് മാറ്റം ഉണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ 13 വില്ലേജുകൾ എന്നുള്ളത് 8 വില്ലേജുകളായിട്ട് കുറച്ചു. ഈ 8 വില്ലേജുകളായിട്ട് കുറച്ചിട്ട് അതിനെ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് വനം പരിസ്ഥിതി മന്ത്രാലയത്തിനും സുപ്രീം കോടതിക്ക് സമർപ്പിച്ചു. സുപ്രീം കോടതിയും വനം പരിസ്ഥിതി മന്ത്രാലയവും തത്വത്തിൽ അത് അംഗീകരിച്ചു. എന്നാൽ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ചീഫ് സെക്രട്ടറിയും ഒരു കള്ള കളക്ടറും കൂടെ ചേർന്നിട്ട് ഇതിനെ തകിടം മറിച്ചുകൊണ്ട് വീണ്ടും 13 വില്ലേജുകൾ പുനഃസ്ഥാപിക്കാനുള്ള നടപടി ചെയ്തു. അപ്പൊ ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് നിയമം കൈകാര്യം ചെയ്യുന്ന അധികാരമുള്ള മുഖ്യമന്ത്രിയും ജനപ്രതിനിധികളുമാണോ ഇവിടെ അധികാരം കൂടുതലുള്ളവര്, അതോ ഇവിടുത്തെ ഈ ബ്യൂറോക്രാറ്റുകൾ നമ്മെ വഞ്ചിക്കാനും നമ്മളുടെ കയ്യിൽ നിന്ന് കൈക്കൂലി ഇനത്തിലും ശമ്പള ഇനത്തിലും പെൻഷൻ ഇനത്തിലും മാത്രം കാശ് പറ്റിക്കൊണ്ട് സുഖിച്ച് ജീവിക്കാൻ തയ്യാറായി നടക്കുന്ന ഈ ബ്യൂറോക്രാറ്റുകളാണോ ഇവിടെ അധികാരികളെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. ഇത്തരത്തില്
കപടമായ പല പ്രശ്നങ്ങളും ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ പറയുന്ന ബ്യൂറോക്രാറ്റുകൾ നമുക്കെതിരെ കുൽസിതമായ നീക്കം നടത്തുന്നത്. അവർക്ക് ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ: ശമ്പളം, കിമ്പളം, പെൻഷൻ. അതിനപ്പുറത്തേക്ക് യാതൊരു കാര്യങ്ങളുമില്ല. അപ്പോ ഈ കഴിഞ്ഞ ദിവസം തന്നെ നമ്മള് ഇവിടുത്തെ നേതാക്കന്മാരോടെല്ലാം നമ്മൾ പല പ്രാവശ്യം സംസാരിച്ചു. ഈ വനം വരുന്നത് നമുക്ക് അപകടമാണ്. അപ്പൊ എന്നോടൊരു നേതാവ് ചോദിച്ചു, ഭരണകക്ഷിയുടെ ഒരു നേതാവ് ചോദിച്ചു, മാഷിനോട് ആരാ പറഞ്ഞേ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്? അപ്പൊ ഞാൻ വളരെ സ്പഷ്ടമായിട്ട് നിങ്ങളോട് ഓരോരുത്തരോടും പറയുന്നു, ഇനി മുട്ടത്ത് ആരെങ്കിലും ഒരാളെ റിസർവ് വനമായി കഴിയുമ്പോ, ടോമിയും കൂടെ കേൾക്കാനാ പറയുന്നത്, റിസർവ് വനമായി കഴിയുമ്പോ ഇനി ടോമി ഇവിടുന്ന് വസ്തു വിറ്റങ്ങ് പോകാൻ തീരുമാനിച്ചു. ഇവിടുത്തെ ഒരു വനം വകുപ്പ് ഉദ്യോഗസ്ഥന് ടോമിയോട് ഒരു വിരോധം ഉണ്ടെങ്കിൽ ടോമി ഒരു ഫർണിച്ചർ പോലും ഇവിടുന്ന് കൊണ്ടുപോകത്തില്ല. ഇവിടുന്ന് ഒരു ഫർണിച്ചർ കൊണ്ടുപോകണമെങ്കിൽ വനം വൃക്ഷം കൊണ്ട് നിർമ്മിച്ചതല്ല എന്ന് DFOയുടെ സർട്ടിഫിക്കറ്റ് മേടിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ കാലാകാലങ്ങളോട് ഉപയോഗിച്ചുകൊണ്ടെങ്കിൽ നമ്മുടെ ഫർണിച്ചർ പോലും ഇവിടെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നുള്ള ഗതികേടിലേക്കാണ് നമ്മൾ എത്തുന്നതെന്ന് ഇവിടുത്തെ ഓരോ രാഷ്ട്രീയ നേതാക്കന്മാരും മനസ്സിലാക്കണം. അപ്പൊ ഈ കാര്യം ഇവിടുത്തെ ഒരു ഭരണകക്ഷി നേതാവിനോട് പറഞ്ഞപ്പോ ചോദിച്ചു, ഇത് ആരാ പറഞ്ഞത്? വെള്ളരിക്കാപ്പെടണ ഇങ്ങനെ ഒരു പ്രശ്നങ്ങളില്ല. മന്ത്രിയും പറയുന്നേ, ഞങ്ങളുടെ ജില്ലാ സെക്രട്ടറിയും പറയുന്നേ, വനമന്ത്രിയും പറയുന്നേ, വനമന്ത്രിയുടെ ഓഫീസിൽ പോയിരുന്ന ഈ കാര്യങ്ങൾ ഞാൻ സംസാരിച്ചതാണ്. അപ്പോ അവരോട് പറഞ്ഞെങ്കിൽ, അവർ ഈ കാര്യങ്ങൾ പറഞ്ഞെങ്കിലും അവരോട് ഈ നിയമങ്ങളെല്ലാം പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് കാര്യം ബോധ്യപ്പെട്ടു. പക്ഷേ ഇപ്പം നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലായി, എപ്പോഴാ നമ്മളൊരു പൈപ്പ് ഇടാൻ തീരുമാനിച്ചു. ഈ റോഡ് കുഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൊടയത്തൂർ വരെ വനം വകുപ്പിന് കൈവശാവകാശമായിട്ട് കൊടുത്തിരിക്കുന്ന വസ്തുവിലൂടെ പൈപ്പ് ഇടാൻ വേണ്ടി റിക്വസ്റ്റ് കൊടുത്ത് ഇതിന്റെ കസ്റ്റോഡിയനായ ഡെപ്യൂട്ടി കളക്ടർ ബൈ ഓർഡർ അതിലെ പൈപ്പ് കുഴിച്ചിടാനുള്ള ഒരു സാഹചര്യം കൊടുത്തു. ആ പൈപ്പ് കുഴിച്ചിടാനുള്ള സാഹചര്യം കൊടുത്തിട്ട് നമ്മൾ പൈപ്പ് കുഴിച്ചിട്ടോ? ഇവിടുത്തെ നേതാക്കന്മാരോട് എന്റെ ചോദ്യം, നിങ്ങൾ പറഞ്ഞായിരുന്നു ഇവിടെ ഒന്നും സംഭവിക്കില്ല, എല്ലാം സുരക്ഷിത, എല്ലാ കാര്യങ്ങളും ഇവിടെ നടക്കും, നിങ്ങൾക്ക് ഏതെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ഉപയോഗിച്ചിരുന്നോ ആ കാര്യങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും എന്ന് ഘോരഘോരം പറഞ്ഞ മന്ത്രി എവിടെ? വനം മന്ത്രി എവിടെ? ജലസേചന മന്ത്രി എവിടെ? ഇവിടുത്തെ നേതാക്കന്മാരെവിടെ? അത് വലതുപക്ഷോ ഇടതുപക്ഷ നേതാക്കന്മാരെവിടെയെന്ന് ഞാൻ ചോദിക്കുന്നത്. അപ്പോ അങ്ങനെ എനിക്ക് ഒരു നേതാക്കന്മാരോട് വിരോധമില്ല, പക്ഷേ സത്യസന്ധമായ കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ നമ്മളെ കുടുക്കിൽപ്പെടുത്തി നമുക്ക് ഇവിടെ പൈപ്പിടാൻ വനം വകുപ്പ് അനുവദിക്കില്ല. അപ്പൊ അതിനെതിരെ വനം വകുപ്പിന് ഒരു കത്ത് കൊടുത്തു. അതിനുശേഷമാണ് നമ്മൾ എല്ലാവരും കൂടെ ഓൾ പാർട്ടികളും കൂടെ ചേർന്ന് നമ്മളൊരു ധർണ നടത്തിയത്. ഇതൊരു കത്ത് കൊടുത്തപ്പോ റേഞ്ച് ഓഫീസർ എന്നെ വിളിച്ചൊരു ചോദ്യം ചോദിച്ചു, ഇത് വനം വകുപ്പിന്റെ ഉടമസ്ഥയിലല്ലെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ അവിടെ നിൽക്ക്, കൂടുതൽ വർത്തമാനം പറയണ്ട, 11 നടപടിക്രമങ്ങളും കൂടെ കഴിഞ്ഞാൽ മാത്രമേ ഇനിയും വനം വകുപ്പിന് ഈ ഭൂമി വിട്ടുകിട്ടുകയുള്ളൂ. അതുവരെ നിങ്ങൾ കസ്റ്റോഡിയൻ മാത്രമാണ്. ഇതിന്റെ ഉടമസ്ഥാവകാശ റവന്യൂ വകുപ്പിനും സബ് കളക്ടർക്കുമാണ്. അപ്പൊ സബ് കളക്ടർ ഓർഡർ ഇടുമ്പോൾ ആ സബ് കളക്ടറുടെ ഓർഡറെ ക്വാഷ് ചെയ്യാൻ മാത്രമുള്ള തന്റെ അധികാരം DFOയ്ക്കുണ്ടോ? ഇല്ല. പക്ഷെ ഇവിടെ നടക്കുന്നത് ഇതാണ്, വകുപ്പുകൾ തമ്മിൽ യാതൊരു ഏകോപനമില്ല. ഏതോ ഒരു വിവരദോഷിയായ ഒരു വകുപ്പ് ഉദ്യോഗസ്ഥൻ ഒരു റിപ്പോർട്ട് കൊടുത്തു, ഇവിടെ ഒരു 130 ഏക്കർ സ്ഥലം കിടപ്പുണ്ട്, അത് അങ്ങ് കൈമാറിയേക്കാം, അപ്പൊ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. എന്നാൽ ഇടുക്കി ജില്ലയിൽ മാത്രം 34,000 ഹെക്ടർ റവന്യൂ തരിശു ഭൂമി ഉള്ളപ്പോഴാണ്, പ്രത്യേകിച്ച് വനാതിർത്തിയിൽ റവന്യൂ തരിശു ഭൂമി കിടക്കുമ്പോഴാണ് ഈ ജനവാസ മേഖലയിൽ 130 ഏക്കർ സ്ഥലം വനം വകുപ്പിന് കൈമാറാൻ വേണ്ടി സർക്കാർ തീരുമാനിക്കുന്നത്. ഇത് ന്യായമാണോ എന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം. ഇതിന്റെ കടക്കൽ കത്തിവെക്കുന്നത് വേറെ ആരുമല്ല, ഇവിടുത്തെ IAS IPS സോക്കോട്ട് ഉദ്യോഗസ്ഥ ലോബിയും ഇവിടുത്തെ ടോപ്പ് മോസ്റ്റ് രാഷ്ട്രീയ ലോബിയും ഈ നാട്ടിലെ അല്ല, തലപ്പത്തുള്ള രാഷ്ട്രീയ ലോബിയും കോർപ്പറേറ്റുകളും ചേർന്നിട്ടാണ്. എന്താ അവരുടെ ഉദ്ദേശം? ഇവിടുന്ന് നമ്മളെല്ലാം മാറിക്കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ഇവിടെ കൃത്യമായിട്ട് ടൂറിസം പേക്കൂത്തുകൾ നടത്താൻ പറ്റുള്ളൂ, മഴ നൃത്തം നടത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇവിടുന്ന് ഒരു ശല്യവുമില്ലാതെ ആളുകൾ ഇവിടുന്ന് ഒഴിഞ്ഞു പോകണം. അങ്ങനെ ഒഴിഞ്ഞു പോയാൽ മാത്രമേ ഇവർക്കിത് കൈക്കലാക്കാനും ചൊളുവിലയ്ക്ക് കൈക്കലാക്കാനും, അങ്ങനെ ഇതിന്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി ഇതിന്റെ ലാഭം മനസ്സിലാക്കി അങ്ങനെ ആളുകളെ ഇവിടെ കുടിയിറക്കാനുമുള്ള കുൽസിത നീക്കമാണ് നടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് പശ്ചിമഘട്ടം മുഴുവൻ വനമാക്കി മാറ്റിക്കൊണ്ട് മൃഗങ്ങളെ കയറി വിടുന്നത്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പല്ലേ നമ്മുടെ ഒരു സഹോദരന്റെ നല്ല ഒന്നാം തരം വളർത്തുനായ പന്നി ശരിയാക്കിയത് അല്ലേ? 2 ആഴ്ച മുമ്പാ. മുട്ടത്ത് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നോ? ഈ ചള്ളാവേൽ തോട്ടുവര റോഡിന്റെ ഇൻ ബിറ്റ്വീനില് മധ്യത്തില് പന്നിക്കൂട്ടങ്ങളെ വേയുന്നില്ലേ? ഇവിടെ ഏതെങ്കിലും ഒരു കൃഷി നടക്കുന്നുണ്ടോ? എന്തുകൊണ്ടാ മനുഷ്യന് പരിഗണന കൊടുക്കാത്തത്? മനുഷ്യനെ ആദ്യം പരിഗണിക്കാത്തത്? അപ്പോ വന്യമൃഗങ്ങളിലൂടെയും സർക്കാർ ഉദ്യോഗസ്ഥരായ വന്യമൃഗങ്ങളിലൂടെയും നമ്മളെ ഉപദ്രവിച്ച് മൂലക്കിരുത്തി നമ്മളെ ആഹാരം കഴിപ്പിക്കാത്ത ഭിക്ഷക്കാരാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള കുൽസിത ശ്രമങ്ങളാണ്
ഏതാനും ചില ആളുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങൾ ഓർമ്മിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ശക്തമായ നിലപാടുകളുമായി നമ്മൾ മുൻപോട്ട് പോകണം. പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കാനും ചോദ്യം ചെയ്യേണ്ടടുത്ത് ചോദ്യം ചെയ്യാനുമുള്ള ഒരു സാഹചര്യം ഉണ്ടാവണം. ഇനി ഉടനെ എല്ലാവരുടെ വീട്ടിലേക്ക് നോട്ടീസ് വരും, നമ്മളുടെ വസ്തു കൈമാറ്റ സംബന്ധമായിട്ട് നിങ്ങൾ അഡീഷണൽ ആയിട്ട് ടാക്സ് കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ കൊടുക്കേണ്ടി വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനവും നിയമം നമുക്ക് നൽകുന്നുണ്ട്. പക്ഷേ നമ്മൾ ആരും ആ പുറകെ പോകുന്നില്ല. കാരണം നമുക്ക് ആരെയും മുഷിപ്പിക്കാൻ തയ്യാറല്ല. ആരോടും ചോദ്യം ചെയ്യാനും മടി, ആരോട് ചോദ്യം ചെയ്യാനും ധൈര്യമില്ല. അല്ലെങ്കിൽ ധൈര്യമുണ്ടെങ്കിലും ചോദ്യം ചെയ്യാൻ മടിയാ. കാരണം അവന്റെ മുഷിപ്പിക്കാൻ കാണണ്ട. ഇവരെ ആരുടെയും ചീട്ടിലല്ല നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ സ്വന്തം അധ്വാനിച്ചാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. അപ്പോൾ ഇവരെല്ലാവരും ജനസേവകന്മാരാ. ഒരു കാലത്ത് നമുക്ക് ഇവരെ എല്ലാം പ്രതീക്ഷ ഉണ്ടായിരുന്നു. നമ്മൾ ഇവരെ രക്ഷകരായിട്ടായിരുന്നു കണ്ടിരുന്നത്. ഇന്ന് അവർ രക്ഷകരല്ല, നമ്മുടെ അന്തകരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ തെരഞ്ഞെടുത്ത് മുകളിലേക്ക് വിട്ടാൽ അവര് നമ്മൾക്ക് വേണ്ടിയല്ല അവിടെ സംസാരിക്കുന്നത്, മറിച്ച് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ടും ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയിട്ടും സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രമാത്രം ഭീമമായ ശമ്പള വർധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ കെടുതിയുടെ കാലത്ത്, കൊറോണയുടെ കാലത്ത് പോലും ഭീമമായ ശമ്പള വർധനവ് കൊടുത്തപ്പോൾ നമുക്ക് കിറ്റ് മാത്രം തന്നെ അവസാനിപ്പിച്ചത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. മുട്ടത്തെ ജനങ്ങൾക്ക് സ്വൈര്യമായി ജീവിക്കണമെങ്കിൽ ഈ പറയുന്ന റിസർവ് ഫോറസ്റ്റ് ഇവിടുന്ന് അപ്രത്യക്ഷമായേ മതിയാകൂ. അതിന് അരയും തലയും മുറുക്കി ഇറങ്ങാൻ മുട്ടത്തിലെ എന്റെ സഹോദരങ്ങൾ തയ്യാറാവണം എന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം ഇവിടെ മലങ്കര ടൂറിസം പദ്ധതി എന്ന് പറയുന്നത് 6 പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പദ്ധതിയാണ്. ഈ 6 പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പദ്ധതിയിൽ ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളുടെയും ഉപജീവനത്തിന് വളരെ സഹായകരമാകുന്ന ഒരു കാര്യമാണ്. ഇനിയിപ്പോ കൃഷി ചെയ്ത് ജീവിതം നടക്കില്ല. കാരണം പന്നിയും പുലിയും കുരങ്ങും മയിലുമായിട്ട് കൊണ്ടുപോകും. അപ്പൊ ഈ പന്നിയും മയിലിനെയും കുരങ്ങിനെയൊക്കെ നമ്മുടെ അടുത്ത് വന്ന് താമസിക്കുന്നവർ കാണാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം. അപ്പൊ നമുക്ക് ഹോം സ്റ്റേ പോലെയുള്ള ടൂറിസം നടത്താം. പക്ഷേ ഈ 6 പഞ്ചായത്തുകളുടെ മധ്യേ റിസർവ് വനം വന്നു കഴിയുമ്പോൾ പിന്നെ ഈ വെള്ളത്തിൽ ഇറങ്ങാൻ പോലും സമ്മതിക്കത്തില്ല. അപ്പൊ ഇത് കേൾക്കുമ്പോൾ ചില നേതാക്കന്മാരുടെ മനസ്സിൽ തോന്നും ഇത് ശരിയാണോ എന്ന്. അങ്ങനെ ശരിയല്ലായിരുന്നുവെങ്കിൽ അവിടെ പൈപ്പിടാൻ അവർ അനുവദിക്കുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവിടെ സംഭവിച്ചത് 192 കോടി രൂപ ടൂറിസം പദ്ധതിക്ക്, മലങ്കര ടൂറിസം പദ്ധതിയുടെ വികസനത്തിന് വേണ്ടി കൊണ്ടുവന്നിട്ട് എന്തുകൊണ്ട് അത് ലാപ്സായി പോയി എന്ന് നിങ്ങൾ ഏതെങ്കിലും നേതാക്കന്മാർ ചിന്തിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും എന്റെ സഹോദരങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ. ഇവിടെ വനം വരുമെന്നും ആ പദ്ധതിയോടെ മുതൽ മുടക്കിയാൽ നഷ്ടമാണെന്നും ഗവൺമെന്റിന് അറിയാം. അതുകൊണ്ട് ബോധപൂർവം അത് വെച്ച് താമസിപ്പിച്ച് ആ ഫണ്ട് ലാപ്സാക്കി കളഞ്ഞു. അതാണ് ഇവിടെ ഉണ്ടായത് എന്ന് ഞാൻ വളരെ സ്പഷ്ടമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. ഇതിന്റെ പുറകെ ഇത്രയും കാലം നടന്നപ്പോ അപ്പൊ നമുക്ക് വേണ്ടത് സ്വസ്ഥമായ സ്വൈര്യമായ ഒരു ജീവിതമാണ്. അതോടൊപ്പം നിയമങ്ങൾ അനുസരിക്കാൻ നമ്മൾ തയ്യാറാണ്. ആ നിയമങ്ങൾ അനുസരിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ ആ നിയമം നടപ്പാക്കുന്നവൻ ആദ്യം നിയമം നടപ്പാക്കി അവൻ മാതൃക കാണിച്ചിട്ട് വേണം അവൻ തോക്കും ലാത്തിയുമായി നമ്മുടെ മുൻപിലേക്ക് വരാനെന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സ്വൈര്യമായ ജീവിതം, നമ്മുടെ അതിജീവനം തന്നെയാണ്. രണ്ടാമത്തെ ഒരു കാര്യമാണ് എന്റെ സഹോദരങ്ങളോട് പറയാനുള്ളത്. കൂടി പോകുന്നുണ്ടോ? രണ്ടാമത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചോളാം. അത് മറ്റൊന്നുമല്ല, ഈ വികസനം ആർക്ക് വേണ്ടിയിട്ടാണ് നടക്കുന്നത്? നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ടാ. ആ വികസനം നമുക്ക് വേണ്ടി നടക്കണമെങ്കിൽ നമ്മളുമായിട്ട് ചർച്ച ചെയ്യണം. ഇതുവരെ അങ്ങനെ ഒരു കാര്യം ചർച്ച ചെയ്തിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു വരുന്നത് മുട്ടത്തോടി മീനച്ചിലേക്ക് പോകുന്ന പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. 12 വർഷം മുമ്പ് ഇതിന്റെ പ്ലാനിങ് തുടങ്ങിയിട്ട് നമ്മൾ അറിഞ്ഞിട്ട് 3 മാസമേ ആയുള്ളൂ. നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ച്, എന്നെ ശ്രമിക്കുന്ന ഓരോരുത്തരും ചിന്തി, മുട്ടൻകാരും ചിന്തിച്ചാൽ മതി. 12 വർഷം മുമ്പ് ഇതിന്റെ ആലോചന തുടങ്ങിയിട്ട് നാം അറിഞ്ഞത് 3 മാസമേ ആയുള്ളൂ. ഇങ്ങനെയാണോ ഒരു പ്രദേശത്തെ വികസനം നടക്കേണ്ടത്? ഒരു വികസനത്തിനും നമ്മൾ എതിരല്ല. മീനച്ചിൽക്കാര് സഭിക്ഷമായിട്ട് കുടിവെള്ളം കുടിച്ചോട്ടെ, നമുക്ക് വിരോധമില്ല. 1245 കോടി രൂപയുടെ പദ്ധതിയാണ്. ഇവിടെ മൂലമറ്റത്ത് നിന്ന് മീനച്ചിലേക്ക് ഒരു തുരങ്ക പദ്ധതി ഉണ്ടായിരുന്നു. അതിനാകപ്പാടെ ഉണ്ടായിരുന്ന അന്നത്തെ എസ്റ്റിമേറ്റ് 194 കോടി രൂപയേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കില് കോട്ടയം ജില്ലയിലും അപ്പർ കുട്ടനാട്ടിലും മുഴുവൻ ജലസേചനം നടത്താൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെ കളഞ്ഞിട്ടാണ് ഇപ്പോൾ 1245 കോടി രൂപ മുടക്കി 9 പഞ്ചായത്തുകൾക്ക് വേണ്ടി ഒരു പദ്ധതി കൊണ്ടുവരുന്നത്. ആ പദ്ധതിക്ക് നമ്മൾ എതിരല്ല. ആ പദ്ധതി മുട്ടം ടൗണിലൂടെ പോയി നമ്മുടെ യാത്രാ സൗകര്യങ്ങളും നമ്മുടെ മറ്റു പ്രതിസന്ധികളും ഉണ്ടാക്കരുതെന്ന് നമ്മൾ പറഞ്ഞപ്പോൾ ഇതല്ലാതെ മാർഗമില്ല എന്ന് ഇവിടുത്തെ എല്ലാ നേതാക്കന്മാരും പറഞ്ഞു. പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഇവിടുത്തെ എല്ലാ നേതാക്കന്മാരും പറഞ്ഞു ഇത് ഗവൺമെന്റ് തീരുമാനിച്ചു പോയതാണ്, ഇതല്ലാതെ വേറെ മാർഗമില്ല. ഇതിലും എത്രയോ വലിയ പ്രമുഖമായ പദ്ധതികൾ മാറ്റിയിരിക്കുന്നു. അപ്പൊ നമ്മൾ കൃത്യമായി അതിന് മാർഗരേഖ കൊടുത്തു. ഇവിടെ ഒരു ബൈപ്പാസിന് വേണ്ടി ഒരു സ്ഥലം
കല്ലിട്ട് തിരിച്ച് ബജറ്റിൽ വകയിരുത്തി വെച്ചിരിക്കുന്ന ഒരു ബൈപ്പാസിനുള്ള ഒരു സ്ഥലമുണ്ട്. വെറും 2.100 കിലോമീറ്റർ 2100 മീറ്റർ ദൂരം മാത്രമേ ഈ ബൈപ്പാസിനുള്ളൂ. അതിലെ ഈ പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിക്കുന്നതിനെ സംബന്ധിച്ച് നമ്മൾ പല ആവർത്തി പല മേഖലയിലും ജലവിഭവ മന്ത്രി ഉൾപ്പെടെ PWD മന്ത്രി ഉൾപ്പെടെ മുഖ്യമന്ത്രിയുടെ ഇപ്പം ഈ കഴിഞ്ഞ നവകേരള സദസ്സിൽ ഉൾപ്പെടെ അതിനു മുൻപ് നമ്മുടെ തുടങ്ങനാട്ടിലെ സ്പൈസസ് പാർക്ക് ഇനാഗുറേഷൻ വന്ന സമയത്ത് ഉൾപ്പെടെ നമ്മൾ നിവേദനങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നൽകി. അത് ഏത് ചവിട്ടുകോട്ടയിലാണ് കിടക്കുന്നതെന്ന് ഇപ്പോഴും അറിയത്തില്ല. കാരണം ജനങ്ങളുടെ ആവശ്യം അനുസരിച്ച ഓരോ ഭരണകർത്താക്കളും തീരുമാനമെടുക്കേണ്ടത്, നടപടികൾ കൈക്കൊള്ളേണ്ടത്. അപ്പോ ഈ രണ്ട് സ്റ്റേറ്റ് ഹൈവേ ബന്ധിക്കുന്ന ഈ ഒരു റോഡ്, ഈ ഒരു ടൗണിനെ കീറി മുറിച്ച് മാസങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങൾ യാത്രാ സൗകര്യമില്ലാത്ത ഗതികേടിലേക്ക് ഒരു 10 വർഷം പിന്നിലേക്ക് അല്ലെങ്കിൽ ഒരു 15 വർഷം പിന്നിലേക്ക് തള്ളിവിടണമെന്ന് എന്താണ് സർക്കാരിന് ഇത്ര നിർബന്ധം? അല്ലെങ്കിൽ ഇവിടുത്തെ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർക്ക് എന്താണ് നിർബന്ധം? അതിന് പകരം പുതിയൊരു സംവിധാനം ഉണ്ടാക്കിയാൽ ഇത്രയും ചെലവുമില്ല, ഇത്രയും പ്രതിഷേധവുമില്ല, ഇത്രയും പ്രതിസന്ധിയുമില്ല. അപ്പൊ അത്തരത്തില് ഒരു നടപടി സ്വീകരിക്കേണ്ടതിന് പകരം നമ്മുടെ നെഞ്ചത്തോടുകൂടി മാത്രമേ ഈ പൈപ്പ് കൊണ്ടുപോകുള്ളൂ എന്ന് തീരുമാനിക്കാൻ എന്താണ് കാരണം? അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ? അപ്പൊ ഒരു പ്രദേശത്തിന്റെ വികസനം എന്ന് പറയുന്നത് ആ പ്രദേശത്തെ ആളുകളുമായി ചർച്ച ചെയ്ത് അവർക്ക് ആവശ്യമെങ്കിൽ നടത്തണം, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമില്ലെങ്കിൽ നടത്തരുത് എന്ന നിലപാടുകളിലേക്കാണ് സർക്കാർ വരേണ്ടത്. അങ്ങനെ വരാത്തത് കൊണ്ടും തോന്നിവാസമുള്ള വികസനവും ആരെങ്കിലും നൂലിൽ കെട്ടിയിറക്കുന്ന അഭിപ്രായങ്ങൾ നടപ്പാക്കാൻ വേണ്ടി വികസനത്തിന്റെ പേരിൽ കൊണ്ടുവരുന്ന പ്രതിസന്ധികളുമാണ് ഇന്ന് ഇത്തരം സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും ഇത്തരം ഗതികേടിലേക്കും അതിജീവനത്തിന് വേണ്ടി പോരാട്ടത്തിന് ഇറങ്ങേണ്ട സാഹചര്യം ഉണ്ടാകാൻ കാരണമായതെന്ന് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ കത്തോലിക്ക കോൺഗ്രസിന്റെ രൂപതാ നേതൃത്വത്തോടും സംസ്ഥാന നേതൃത്വത്തോടുമെല്ലാം ശിവഗിരി ഇടവകക്കാർക്ക്, മുട്ടത്തെ കത്തോലിക്ക കോൺഗ്രസിന് മുട്ടം നിവാസികൾക്ക് അഭ്യർത്ഥിക്കാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. ഈ ജാഥ തിരുവനന്തപുരത്തെത്തി സമാപിച്ചു കഴിയുമ്പോൾ മുട്ടം ആവശ്യപ്പെടുന്ന ഈ ഒരു വലിയ പ്രതിസന്ധിക്ക് വേണ്ടി നിങ്ങൾ കയ്യും മെയ്യും മറന്ന് ഞങ്ങളോടൊപ്പം നിന്ന് ഞങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ നേടിയെടുത്ത് നടപ്പാക്കി തരുവാനുള്ള ഒരു വലിയ പിന്തുണയും ഞങ്ങളോടൊപ്പം അണിചേർന്നുകൊണ്ട് അതിനുവേണ്ടിയുള്ള പ്രവർത്തനവും നടത്തണമെന്നും ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം ഈ ഒരു അവസരം ഇവിടെ തന്ന കത്തോലിക്ക കോൺഗ്രസിനും പ്രത്യേകിച്ച് പാലാ രൂപതയിലെ കത്തോലിക്ക കോൺഗ്രസിന്റെ എല്ലാ നേതാക്കന്മാർക്കും ബഹുമാനപ്പെട്ട വൈദികർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. താങ്ക് യു.